ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. രണ്ടാമത്തെ കാര്യം ബ്രഷിങ്. എത്ര പേര് ബ്രഷ് ചെയ്യും? എല്ലാവരും ഉണ്ട്. എത്ര പേര് രാവിലെ ബ്രഷ് ചെയ്യും എഴുന്നേറ്റുടനെ? എത്ര പേര് രാത്രി കിടക്കുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യും? ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രാവിലെ ബ്രഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രാത്രി ബ്രഷ് ചെയ്യുന്നത്. കാരണം ഞാൻ പറയാം, നിങ്ങൾ ഫുഡ് കഴിച്ചേച്ച് ഇതിന്റെ ഫുഡ് പാർട്ടിക്കിൾ എന്തെങ്കിലും പല്ലിന്റെ ഗ്യാപ്പിലോ പല്ലിലോ നിന്ന് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അവിടെ ഡാമേജ് തുടങ്ങും, അവിടെ കറക്കും. നിങ്ങൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ നിങ്ങൾ ഒരു കണ്ണാടി എടുത്ത് വെച്ച് നോക്ക്, നിങ്ങളുടെ പല്ലിൽ എത്ര കറുത്ത ഡോട്ടുകളുണ്ട്, എത്ര ഡാമേജ് വന്നിട്ടുണ്ടോ നോക്കിയാൽ മതി. നമ്മൾ സംസാരിക്കുമ്പം വായിലൂടെ സ്മെല്ല് വരും. അപ്പൊ ഈ പറയുന്ന വെറും ബ്രഷ് മാത്രം ചെയ്താൽ പോരാ. അപ്പം നമ്മൾ അറിയേണ്ട കാര്യം, ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ 2 പല്ലിന്റെ ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് ശരിക്കും പറഞ്ഞാല് കാലങ്ങളായിട്ടുള്ള സാധനം കിടക്കുന്നത്. നിങ്ങൾ ഡെയിലി ഈ പുറത്ത് കിടന്ന് തൂക്കുകയുള്ളൂ, ഈ ഗ്യാപ്പിലുള്ള സാധനങ്ങൾ ക്ലിയർ ആക്കുന്നില്ല. അതിനാണ് ഫ്ലോസ് എന്ന് പറയും. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ അറിയോ? ഈ ഫ്ലോസ് ചെയ്യുന്നതാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിനകത്ത് 2-3 ടൈപ്പ് ഉണ്ട്. ഒരു നൂല് പോലെ ഒരെണ്ണം വരും, അത് നമ്മളിങ്ങനെ പല്ലിന്റെ അടക്കോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യാം. രണ്ടാമത്തത് ഓൾറെഡി ഒരു ഫിക്സഡ് ആയിട്ട് ഒരു സാധനം വരും, അതിനെ ഇട്ടിട്ട് നമുക്ക് ക്ലിയർ ആക്കി എടുക്കാം. അതുകൊണ്ട് ഫ്ലോസ് ചെയ്യുന്നത് ബ്രഷ് ചെയ്യുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് രാവിലെ ചെയ്യുന്നത് ഓക്കെ, അതിനെക്കാട്ടിലും 10 ഇരട്ടി ഇമ്പോർട്ടൻറ്റ് സാധനം രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്.